ഇസ്രായേലി നഗരം ഇന്നത്തെ പ്രഭാതത്തിലും കത്തുന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സർവ സീപോർട്ടുകൾ കേന്ദ്രീകരിച്ചും നഗരം കേന്ദ്രീകരിച്ചും ശക്തമായിരിക്കുന്ന ഡ്രോണിൻ്റെയും മിസൈൽ ആക്രമണം തുരുതുരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇസ്രായേൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചത് എന്ന റിപ്പോർട്ട് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട രീതിയിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ജെറുസലേം, ടെല്ലവീവ്, ഹൈഫ, അഷ്ദോദ്, ബീർഷബ, എയ്ലത്ത്, നസ്രത്ത് ഈ നഗരങ്ങളിലെല്ലാം ഇന്നലെ രാത്രിയും ഇന്നത്തെ രാവിലെയും ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണവും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. പ്രതിരോധങ്ങൾ ഏറെക്കുറെ നഷ്ടപ്പെട്ട രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻപത്തെ പോലെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന തരത്തിലാണ്. അതോടനുബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു റിപ്പോർട്ട് വരുന്നത് പ്രഹരശേഷിയുള്ള മിസൈൽ തങ്ങൾ തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത്. അഥവാ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇത്രയും സമയം പ്രയോഗിക്കപ്പെട്ടതല്ല ഇനി വരാൻ പോകുന്നത്. അത്രയ്ക്ക് പ്രഹരശേഷിയുള്ള സാത്താൻ സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടത് എന്ന പരാമർശത്തിലൊക്കെ ഉള്ള ഒരുപാട് മിസൈലുകൾ ഇപ്പോഴും അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അവർ താരതമ്യേന എത്രത്തോളം ശക്തിയോടുകൂടിയാണ് ഇസ്രായേൽ പ്രതിരോധിക്കുക എന്ന് നോക്കിയിട്ടാണ് തങ്ങൾ അതിനനുസരിച്ചുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ മിസൈൽ സംവിധാനം കൊണ്ട് തങ്ങൾ ആക്രമിക്കുക എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇന്നും തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായ തുറമുഖത്തിൻ്റെ പേരിൽ ഹൈഫയും അഷ്ദോദും എയ്ലത്തും ഹദീദയും അഷ്കലോണും ഉണ്ട്. അതിൽ ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചാണ് ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലാണ് ഇസ്രായേൽ പ്രയാസപ്പെടുന്നത് എന്ന തരത്തിൽ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുള്ളത്. യുദ്ധക്കപ്പലുകൾ ഏറെക്കുറെ 100-ലധികം നോട്ടിക്കൽ മൈൽ പിന്മാറിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു നിസ്സാര ആക്രമവും ഈ കപ്പലിന് നേരെ ഉണ്ടാവുന്ന സമയത്ത് അത് യുദ്ധവിമാനത്തിന് സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ നിന്ന് 100 നോട്ടിക്കൽ മൈലോ അതിൽ കൂടുതലോ പിന്മാറിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മുന്നോട്ട് വരാലോ എന്നുള്ളതാണ് അതിന് ഈ അമേരിക്കയുടെ സൈനികർ, വ്യോമ സൈനികർ അല്ലെങ്കിൽ വ്യോമ മേധാവി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ വലിയ കടുത്ത നിയന്ത്രണങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള കർക്കശമായിരിക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. എല്ലാവരും ബങ്കറിൽ തന്നെ ആവണം. ഉത്തരവ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അനിഷ്ട സംഭവ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ വിവരം നൽകണം. അതിന് ഒരുപാട് കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഈ സൈനിക മേധാവികളടക്കം ഉന്നതരെല്ലാം ബങ്കറിലാണ്. ബങ്കറിൽ വെച്ചാണ് ഇപ്പോൾ അവർ മീറ്റിംഗ് കൂടുന്നത്, നിർദ്ദേശ കാര്യങ്ങൾ കൊടുക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതായത് ഈ മുൻപത്തെ പോലെ പ്രതിരോധിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇറാൻ്റെ മിസൈൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 10-ൽ 8 എങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാൻ വേണ്ടി ഇറാന് സാധിക്കുന്നു. 2 മാത്രമാണ് പ്രതിരോധിക്കാൻ സാധിക്കുകയെന്ന് ചുരുക്കം. മാത്രമല്ല പ്രതിരോധിക്കുന്നത് തന്നെ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രീതി അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ചില്ലുകളൊക്കെ ചെതറിക്കൊണ്ട് പരിക്കേറ്റിരിക്കുന്ന വിവരവും വീടിനൊക്കെ കാര്യമായ കേടുപാട് സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ടും അങ്ങനെയും പുറത്തു വരുന്നു. വലിയ കടുത്ത നിയന്ത്രണം മീഡിയകൾക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കെല്ലാം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായ രീതിയിൽ, അതായത് രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം പോലും പുറത്ത് പോകാൻ പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് അപ്പം നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിന് അറിയാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് അത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, അതായത് രാജ്യത്തിന് പുറത്തു പോകുന്നത് അവർ സാറ്റലൈറ്റും ഉപയോഗിച്ചോ മറ്റോ നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ വലിയ ശിക്ഷ ഉണ്ടാകും എന്നതിനാൽ അവിടെ നിന്നുള്ള പ്രധാനമായിരിക്കുന്ന സംഭവ വികാസങ്ങളൊന്നും ഇപ്പോഴും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടക്കുന്ന കടുത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളും തീപിടുത്തവും ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ വ്യക്തമായിരിക്കുന്ന വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആദ്യത്തേത് പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൈപ്പർ സോണിക് മിസൈൽ അടക്കമുള്ള ഈ പ്രഹരശേഷി കൂടുതലുള്ള മിസൈൽ
അതിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തുടങ്ങി കുടുങ്ങിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിക്കുന്ന രീതിയിലല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുന്നു. തങ്ങളുടെ എല്ലാ പ്രേരശേഷിയും ഉപയോഗിക്കാൻ ഒരു അവസരം വന്നു കിട്ടിയത് ഞങ്ങളെന്തിനെ നഷ്ടപ്പെടുത്തണം? തീർച്ചയായിട്ടും ബദ്ധശത്രുക്കൾ ഞങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അവരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളും ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അതിന് പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ഭടന്മാരും തങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ തങ്ങൾ എന്തിന് പേടിക്കണം? കൃത്യമായിരിക്കും നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് നേതൃസ്ഥാനവും അതോടൊപ്പം തന്നെ 5 ലക്ഷത്തിലധികം കർമ്മധീരരായിരിക്കുന്ന സൈനികരുമുള്ള ഒരു രാജ്യം അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുക സ്വാഭാവികമാണ്. അവിടെ നീതിയോ ന്യായമോ നോക്കേണ്ട ആവശ്യമില്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ന്യായപരമായിരിക്കുന്ന അല്ല നീതിപരമായിരിക്കുന്ന ഒരു ആക്രമണം ചരിത്രത്തിൽ ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടില്ല. അവർ ആശുപത്രി ആക്രമിക്കുക, അവർ സ്കൂൾ മേഖല ആക്രമിക്കുക, മതസ്ഥാപനങ്ങൾ ആക്രമിക്കുക, അങ്ങനെ കൊലപാതകികളുടെ മരിക്കുന്നവരുടെ എണ്ണസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ട് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തെ ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തി. ഏകദേശം ഒരു സ്കൂളിന് നേരെ, ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നത്. 75ഓളം കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഏറെക്കുറെ 200-ലധികം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്നാൽ മരണസംഖ്യ 100-ലധികം ഉണ്ട് എന്ന റിപ്പോർട്ട്, കാരണം ഇത്രയും കുട്ടികൾ മരണപ്പെട്ടതിനെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പിന്നീട് ഏകദേശം 7 സ്ഥലത്ത് ആദ്യഘട്ടത്തിലും പിന്നീട് അത് 30 സ്ഥലത്തേക്കും വ്യാപിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഇറാൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മരണത്തെക്കുറിച്ചുള്ള നാശനഷ്ടത്തെക്കുറിച്ചും മാത്രമാണ് റിപ്പോർട്ട് പുറത്തു വരാത്തത്. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നഗരത്തിലും ഒരു ദേശത്തും ഇസ്രായേലികൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയ ഇപ്പോഴും ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മീഡിയയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.